നമസ്തേ. ഇന്നത്തെ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് മാത്തമാറ്റിക്സ് ഇത്രയും പ്രയാസകരമായിട്ട് മാറുന്നത്? ഈ നമ്പർ സിസ്റ്റം എന്താണെന്ന് വ്യക്തമായ ഒരു ധാരണ നമുക്കില്ലാത്തത് കൊണ്ടാണ്. നമ്പർ സിസ്റ്റത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ കണക്ക് മനസ്സിലാകും. അതാണ് ഇന്നത്തെ കാര്യം. അത് ഈ നമ്പർ സിസ്റ്റത്തിൽ ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഏകദേശം 3 പാർട്ടോളം പറഞ്ഞായിരിക്കും അത് പൂർണ്ണമായിട്ടും പറഞ്ഞു പോകുന്നു. ഈ നമ്പർ സിസ്റ്റത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊക്കെ പ്രായോഗിക വശത്തിൽ ചിന്തിക്കുക. എപ്പോഴും ഞാൻ മാത്തമാറ്റിക്സ് എടുക്കുമ്പോൾ എപ്പോഴും പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂമായിട്ട് ലിങ്ക് ചെയ്ത് പറഞ്ഞാണ് മാത്സ് എടുക്കുന്നത്. എന്തൊക്കെ നമ്മൾ വിശന്നിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും തലയിലോട്ട് കയറുകയില്ല. ഒരു പരിധിവരെ നമ്മൾ ജീവിക്കുന്നത് വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് വിശപ്പടക്കുക, അതിനുള്ള മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ പറഞ്ഞ നമ്പർ സിസ്റ്റത്തിലേക്ക് കടക്കും. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അമ്മ ഒരു 4 ചപ്പാത്തി ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവെക്കും. അമ്മ അടുക്കളയിൽ 4 ചപ്പാത്തി ഉണ്ടാക്കി ആ 4 ചപ്പാത്തി നിങ്ങളാകുന്ന ഒരാളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കും, ഒരു പ്ലേറ്റിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്ലേറ്റിൽ നിന്ന് നിങ്ങൾക്ക് എത്ര വേസിൽ ആ ചപ്പാത്തികൾ എടുക്കാം? മാത്തമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹൗ മെനി നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ, പോസിബിൾ നമ്പർ ഓഫ് സെലക്ഷൻസ് എന്നാണ്. അതിൽ അമ്മ കൊണ്ടുവന്ന് 4 ചപ്പാത്തി കൊണ്ടുവന്ന് മുന്നിൽ വെച്ചാൽ എത്ര വേസിൽ അതിനോട് പ്രതികരിക്കാം? നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ 1 ചപ്പാത്തിയും എടുക്കുകയില്ല, അല്ലെങ്കിൽ 1 ചപ്പാത്തി എടുക്കാം, അല്ലെ 2 ചപ്പാത്തി എടുക്കാം, 3 ചപ്പാത്തിയും എടുക്കാം. വിശന്നിരുന്ന എല്ലാ ചപ്പാത്തിയും 4 ചപ്പാത്തിയും എടുക്കാം എന്ന് പറഞ്ഞാൽ അമ്മ കൊണ്ടുവന്ന് 4 ചപ്പാത്തി ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ചാൽ ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 4+1 5 വേസാണ്. അതാണ് അടിസ്ഥാനമായ ഒരു കാര്യം. അത് ഇവിടെ ഈ 4 ചപ്പാത്തീസും ഐഡൻറ്റിക്കൽ ഓബ്ജക്ട്സ് എന്നുള്ള ധാരണയിലാണ് ഞാനത് പറഞ്ഞത്. ഇനി അമ്മ ഈ ഒരു പ്ലേറ്റിനകത്ത് 1 ചപ്പാത്തി, 1 ദോശ, 1 വട, 1 ഇഡലി, ഇങ്ങനെ 4 എണ്ണം കൊണ്ടുവന്ന് വെക്കുന്നു. അവിടെ 4 ഐറ്റം വ്യത്യസ്തം. അങ്ങനെയാണെങ്കിൽ ആ പ്ലേറ്റിൽ നിന്ന് എത്ര വേസിൽ നിങ്ങൾക്ക് എടുക്കാമെന്ന് ചോദിച്ചാൽ 4+1 5 അല്ല എന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റിൽ ഇരിക്കുന്ന 4 ഐറ്റംസും വ്യത്യസ്തമാണ്. ദോശ എടുക്കാം, എടുക്കാതിരിക്കാം, ഇഡലി എടുക്കാം, എടുക്കാതിരിക്കാം, വട എടുക്കാം, എടുക്കാതിരിക്കാം, ചപ്പാത്തി എടുക്കാം, എടുക്കാതിരിക്കാം. ഓരോ ഐറ്റത്തിനും 2 പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്സിലെ അടിസ്ഥാന പ്രമാണമാകുന്ന ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം അമ്മ കൊണ്ടുവന്ന് ഒരു പ്ലേറ്റിനകത്ത് 1 ദോശ, 1 ചപ്പാത്തി, 1 വടയും 1 ഇഡലിയും കൊണ്ടുവന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻസ് ഈക്വൽ ടു 2 × 2 × എക്സെട്ര 4 × 2⁴ ഈക്വൽ ടു 16. 16 വേസിൽ അതിനോട് പ്രതികരിക്കാം. ഇതാണ് മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാന നിയമം. ഇത് നമ്മളെ സ്കൂളിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സാറുമാരോ വ്യക്തമായിട്ട് പറയാത്തത് കൊണ്ടാണ് കണക്ക് പ്രയാസകരമായിട്ട് വരുന്നത്. അന്നേരം 4 ചപ്പാത്തി കൊണ്ടുവന്ന് അമ്മ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ ടോട്ടൽ പോസിബിലിറ്റീസ് എത്ര? 5. 4+1 ബിക്കോസ് ഓൾ ദ ചപ്പാത്തീസ് ആർ ദർ ഐഡൻറ്റിക്കൽ. അതിന് പകരം 4 ചപ്പാത്തിക്ക് പകരം 1 ദോശ, 1 ചപ്പാത്തി, 1 വട, 1 ഇഡലിയും കൊണ്ടുവന്ന് വെച്ചാൽ ഓരോന്നിന് 2 പോസിബിലിറ്റീസ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ ഈക്വൽ ടു 2 × 2 × 2 × 2 ഈക്വൽ ടു 2⁴ ഈക്വൽ ടു 16. 16 തരത്തിൽ അതിനോട് പ്രതികരിക്കാം. ഇതാണ് കണക്കിൻ്റെ അടിസ്ഥാന നിയമം. ഇതിനെ ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ LCM, ലസാഗു എന്ന് മലയാളത്തിൽ പറഞ്ഞു, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും, GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, അല്ലെങ്കിൽ ACF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഈ പറഞ്ഞതിൻ്റെ പ്രാക്ടിക്കൽ ഇതിനെ ബേസ് ചെയ്താൽ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്പർ സിസ്റ്റത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ വെള്ളമെന്ന് പറഞ്ഞാൽ H2O, 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടെ ചേരുന്നതാണല്ലോ ഒരു വാട്ടർ മോളിക്യൂൾ എന്ന് പറയും. അതിൽ വാട്ടറാകുന്ന വെള്ളത്തിനെ ഒരു ചുറ്റിക വെച്ച് തല്ലിപ്പൊട്ടിച്ചാൽ, ഒരു മോളിക്യൂളിനെ തല്ലിപ്പൊട്ടിച്ചാൽ അതിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ഉണ്ട്. അതിൽ ഒരു വാട്ടർ മോളിക്യൂളിനെ അമ്മ അടുക്കളയിൽ നിന്ന് തല്ലിപ്പൊട്ടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നു ഒരു പ്ലേറ്റിനകത്ത്.
ആ പ്ലേറ്റിനകത്ത് വെക്കുമ്പോൾ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റം. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 1 ഓക്സിജൻ ആറ്റം. അങ്ങനെയാണെങ്കിൽ എത്ര വേസിൽ ആ പ്ലേറ്റിൽ നിന്ന് എടുക്കാമെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആറ്റം 2 എണ്ണം ഉണ്ട്, അതിന് 3 പോസിബിലിറ്റീസ്. ഓക്സിജൻ ആറ്റം 1 എണ്ണം ഉണ്ട്, അതിന് 2 പോസിബിലിറ്റീസ്. Therefore total ways of selection from that plate equal to 3 + 3 × 2 = 6 ways. 6 തരത്തിൽ അതിനോട് പ്രതികരിക്കാം കേട്ടോ. അതിനെ പ്രാക്ടിക്കലി മനസ്സിലാക്കിയിരിക്കുക. ഒരു വാട്ടർ മോളിക്യൂളിനെ അമ്മ ചുറ്റിക വെച്ച് തല്ലിപ്പൊട്ടിച്ചു അതിനെ ഈ പറഞ്ഞ ആറ്റമായിട്ട് മാറ്റി 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവുമായിട്ട് എന്നിട്ടൊരു പ്ലേറ്റിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ ടോട്ടൽ വേസ് ഓഫ് സെലക്ഷൻ ഈക്വൽ ടു 2 + 1 × 1 + 1 എന്ന് പറയുമ്പോൾ അതിന് H2O എന്ന് പറഞ്ഞ കെമിസ്ട്രി ഇക്വേഷൻ ഞാൻ മാത്സിനകത്ത് H² × O⁻1 എന്ന് പറയുന്നു. H², 2 H ഉണ്ട്, O⁻1. സോ H2O = H² × O⁻1. ഇൻഡെക്സ് 2 1 ആ ഇൻഡെക്സിൻ്റെ കൂടെ എല്ലാം 1 വെച്ച് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻസ്. 2 + 1 × 1 + 1, ദാറ്റ് മീൻസ് 3 × 2 = 6 ways. ഇതാണ് അടിസ്ഥാനം. അതായത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്പർ സിസ്റ്റത്തിലോട്ട് വരും. നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ ആദ്യം എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഏതൊക്കെ ഡിജിറ്റ്സ് വെച്ചാൽ 0 0 1 2 3 4 5 6 7 8 9 ഈ 9 മൊത്തം 10 കഥാപാത്രങ്ങളുണ്ട്. ഈ 10 കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള നാടകമാണ് ആക്ച്വലി മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഡെസിമൽ സിസ്റ്റം. ഈ 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള നാടകമാണ് മാത്സ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്പർ സിസ്റ്റത്തിലകത്തെ ആദ്യത്തെ എണ്ണൽ സംഖ്യകൾ പറയുന്നു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 എക്സെട്ര എന്ന് പറയുന്നതാണല്ലോ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നു. ആ എണ്ണൽ സംഖ്യകൾക്കകത്ത് ഈവൻ നമ്പേഴ്സും ഉണ്ട്, ഓഡ് നമ്പേഴ്സും ഉണ്ട്. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഈവൻ നമ്പേഴ്സാണ്. 2 4 6 8 10 12 എക്സെട്ര ഈവൻ നമ്പേഴ്സ് എന്ന് പറയും. അതിൻ്റെ ജനറൽ ഫോം 2n എന്നാണ്. 2n where n is an integer. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതായ സംഖ്യകൾ 1 3 4 1 3 5 7 9 എക്സെട്ര എന്ന് പറഞ്ഞ ഓഡ് നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സിൻ്റെയും ഓഡ് നമ്പേഴ്സിൻ്റെയും കൂടെ കളക്ഷനാണ് ഈ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. അതിനുശേഷം നമ്മൾ പറയുന്നു പ്രൈം നമ്പേഴ്സ് എന്ന്. എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സാണ്. അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആ നമ്പർ വെച്ചോ 1 വെച്ചോ മാത്രം. അതിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 2 3 5 7 11 ഇവരെല്ലാമാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. കാരണം 2നെ 2 കൊണ്ടോ 1 വെച്ചോ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3നെ 2 ആ നമ്പർ കൊണ്ടോ 1 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് 2 3 5 7 എന്ന് പറഞ്ഞ ഈ സംഖ്യകൾക്ക് പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് എന്ന്. 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ, 2 ഈസ് ദ ഒൺലി ഈവൻ പ്രൈം നമ്പർ. അതും പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. 1 ഒരു പ്രൈം നമ്പർ അല്ല, 2 ആണ് ഒൺലി ഈവൻ. 2 ഈസ് ദ ഒൺലി ഈവൻ പ്രൈം നമ്പർ. 1നും 100നും ഇടയ്ക്ക് 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 1നും 50നും ഇടയ്ക്ക് 15 പ്രൈം നമ്പേഴ്സും ഉണ്ട്. അതിൽ നമ്മളൊരു എണ്ണൽ സംഖ്യ കാണുമ്പോൾ അത് ചുറ്റിക വെച്ച് തല്ലിപ്പൊട്ടിച്ചിട്ട് അതിനകത്ത് എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കണം. അതിനെ ആസ്പദമാക്കി നമുക്ക് അതിനെത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നതിനെ ചുറ്റി വെച്ച് തല്ലിപ്പൊട്ടിച്ചപ്പോൾ ഒരു വാട്ടർ മോളിക്യൂളിനെ തല്ലിപ്പൊട്ടിച്ചപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ബെസ്റ്റ് ഉദാഹരണം പറയാം. ഈ വർഷം 2025. ഈ 2025 എന്ന് പറയുന്നതിനെ ഞാനൊരു ചുറ്റിക വെച്ച് തല്ലിപ്പൊട്ടിക്കാൻ ശ്രമിച്ചാൽ ആ 2025-നകത്ത് 4 3കളും 2 5കളും ഉണ്ട്. 2025 = 3⁴ × 5² എന്ന്. 3⁴ × 5². ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. അതിന് 2025-നെ തല്ലിപ്പൊട്ടിക്കുമ്പോൾ 4 3കളും 2 5കളും ഉണ്ട് എന്ന് പറഞ്ഞാൽ 2025-നെ അമ്മ അടുക്കളയിൽ വെച്ച് തല്ലിപ്പൊട്ടിച്ച് ഒരു പ്ലേറ്റിനകത്താക്കി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആ പ്ലേറ്റിനകത്ത് 4 3കളും 2 5കളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2025 = 3⁴ × 5².
ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈക്വൽ ടു 4+1 × 2+1. കാരണം 4 മൂന്നുകൾക്ക് 5 വേസ്, 2 അഞ്ചുകൾക്ക് 3 വേസ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 5 × 3 = 15 എന്ന് പറഞ്ഞാൽ 2025 പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യത്തക്കവണ്ണം എണ്ണൽ സംഖ്യക്കകത്ത് 15 എണ്ണൽ സംഖ്യകൾ കാണും. അതിൽ പ്രോപ്പർ ഫാക്ടേഴ്സോ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2025 ഒന്ന് ഒഴിവാക്കിയാൽ 13 എണ്ണൽ സംഖ്യകൾ കാണും 2025 പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യത്തക്കവണ്ണം. അതാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയും. അതിൽ 2025 2025 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ 4 മൂന്നുകളും 2 അഞ്ചുകളുമുണ്ട്. അതിനാൽ ഞാൻ ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്ന കക്ഷി ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നാച്ചുറൽ നമ്പേഴ്സിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 4, 9, 16, 25, 36, 49, 64, 81, 100 ഇവരെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സാണ്. കാരണം ഇവരെയൊക്കെ തല്ലിപ്പൊട്ടിച്ചാൽ ഈവൻ നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് അതിനകത്തുണ്ട്. 49 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർഡാണ്. 64 എന്ന് പറഞ്ഞാൽ 2^4 16. അതിൽ 2^4 2^6 ആണ് 64. അതിൽ 64 എന്ന് പറയുമ്പോൾ 64 തല്ലിപ്പൊട്ടിക്കുമ്പോൾ അതിനകത്ത് 6 രണ്ടുകളുണ്ട്. 49 തല്ലിപ്പൊട്ടിക്കുമ്പോൾ അതിനകത്ത് 2 ഏഴുകളുണ്ട്. 100 തല്ലിപ്പൊട്ടിക്കുമ്പോൾ 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർഡ് എന്ന് പറയുന്നത് ശരിയല്ല. പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 സ്ക്വയർഡ് × 5 സ്ക്വയർഡ് 2 രണ്ടുകളും 2 അഞ്ചുകളും അതിനകത്തുണ്ട്. അതായത് നമ്മളിതിനെ ഏതൊരു എണ്ണൽ സംഖ്യകൾ കാണുമ്പോഴും ഇങ്ങനെ തല്ലിപ്പൊട്ടിക്കാൻ പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് LCM HCF എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതിൽ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. 149 അതുപോലെ തന്നെ 16, 25, 36, 49, 64, 81, 100 എക്സെട്ര. പെർഫെക്റ്റ് ക്യൂബ് നമ്പേഴ്സ് 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64 അവരെല്ലാം പെർഫെക്റ്റ് ക്യൂബ് നമ്പേഴ്സാണ്. 1, 8, 64, 1, 8, 27, 64, 125, 5 ക്യൂബ് 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 343, 8 ക്യൂബ് 512, 9 ക്യൂബ് 729, 10 ക്യൂബ് 1000. അതിലൊരു നമ്പർ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഇവരൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സാണോ പെർഫെക്റ്റ് ക്യൂബ് നമ്പേഴ്സാണോ? ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ എത്ര ഘടകങ്ങൾ ഒക്കെ വരുമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞു. അതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലിമ എന്ന് പറയും. അത് 10ാം ക്ലാസ്സിലെ CBSE ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ഇതാണ് ആക്ച്വലി ആദ്യം നമ്മളെ പഠിപ്പിക്കേണ്ടത്. യൂക്ലിഡ്സ് ഡിവിഷൻ ലിമ പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ എവരി കോമ്പസിറ്റ് നമ്പർ ക്യാൻ ബി പ്രൈം ഫാക്ടറൈസ്ഡ് യൂണിക്കലി ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏതൊരു എണ്ണൽ സംഖ്യയും തല്ലിപ്പൊട്ടിക്കാം, പ്രൈം ഫാക്ടറൈസ് ചെയ്യാം യൂണിക്കലി ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഉദാഹരണം പറയാം. 6 എന്ന് പറയുന്ന നമ്പറിനെ തല്ലിപ്പൊട്ടിക്കുമ്പോൾ അതിനെ 2 × 3 ആണ്. നിങ്ങൾ 2 × 3 എന്ന് എഴുതി, ഞാനത് 3 × 2 എന്ന് എഴുതി. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ 1, 2, 1, 3 6-നകത്തുള്ളൂ. ദാറ്റ് ഇസ് ദ ആൻസർ. 8 തല്ലിപ്പൊട്ടിച്ചാൽ 2 ക്യൂബ്, 12 തല്ലിപ്പൊട്ടിച്ചാൽ 2 സ്ക്വയർഡ് × 3^1, 2 രണ്ടുകളും 1 3 അതിനകത്ത് കാണും. അതിൽ ദാറ്റ് ഈസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലിമ. അതിൽ എവരി കോമ്പസിറ്റ് നമ്പർ ക്യാൻ ബി പ്രൈം ഫാക്ടറൈസ്ഡ് യൂണിക്കലി ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ഓർഡർ. അതാണ് കോമ്പസിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ. കോമ്പസിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്നതിനെയാണ് കോമ്പസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോമ്പസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. എന്ന് പറയുമ്പോൾ 4 എടുത്താൽ 4ന് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, മൊത്തം 3 ഫാക്ടേഴ്സ് ഉണ്ട്. 6 എടുത്താൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 4 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ അവയെല്ലാം കോമ്പസിറ്റ് നമ്പേഴ്സാണ്. അത് നമുക്ക് മാത്തമാറ്റിക്സ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കണമെങ്കിൽ ഒരു നമ്പർ തന്നാൽ അതിനെ ഒന്ന് തല്ലിപ്പൊട്ടിക്കുക. തല്ലിപ്പൊട്ടിച്ചത് പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അതിൻ്റെ ഫാക്ട് അതിനൊക്കെ എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന്.
അത് 2025 ഞാൻ തല്ലിപ്പൊട്ടിച്ചപ്പോൾ 3⁴ ഇൻറ്റു 5² ടോട്ടൽ ഫാക്ടേഴ്സ് ഈക്വൽ ടു 4+1 ഇൻറ്റു 2+1 ഈക്വൽ ടു 5 ഇൻറ്റു 3 ഈക്വൽ ടു 15 ഫാക്ടേഴ്സ്. ടോട്ടൽ പ്രോപ്പർ ഫാക്ടേഴ്സ് ഈക്വൽ ടു 15 - 2 ഈക്വൽ ടു 13 ഫാക്ടേഴ്സ്. 13 ഫാക്ടേഴ്സ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലം 2024 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതൊരു അതിവർഷമെന്ന് നമ്മൾ പറയും കേട്ടോ. എന്ന് പറയുമ്പോൾ 366 ദിവസങ്ങളുണ്ട്. 2024 തല്ലിപ്പൊട്ടിച്ചാൽ അതിനകത്ത് 3 2കളുണ്ട്, ഒരു 11 ഉണ്ട്, ഒരു 23 ഉണ്ട്. 2024 എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ ചുറ്റിയെ വെച്ച് തല്ലിപ്പൊട്ടിച്ചാൽ 2³ ഇൻറ്റു 11⁻1 ഇൻറ്റു 23⁻1 ദാറ്റ് ഈസ് ഇറ്റ്സ് പ്രൈം ഫാക്ടറൈസ്ഡ് ഫോം. അതിൽ 2³ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിനകത്ത് അമ്മ കൊണ്ടുവന്ന് 2024 തല്ലിപ്പൊട്ടിച്ചൊരു പ്ലേറ്റിൽ തന്നാൽ അതിനകത്ത് 3 2കളുണ്ട്, ഒരു 11 ഉണ്ട്, ഒരു 23 ഉണ്ട്. ആ പ്ലേറ്റിനകത്തുനിന്ന് എത്ര വേസിൽ എടുക്കാമെന്ന് ചോദിച്ചാൽ 3+1 ഇൻറ്റു 1+1 ഇൻറ്റു 1+1 4 × 4 16 ഫാക്ടേഴ്സ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലമാകുന്ന 2024 പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യത്തക്കവണ്ണം എണ്ണൽ സംഖ്യക്കകത്ത് 16 എണ്ണൽ സംഖ്യകൾ കാണും. 2024 ഒന്നും അവോയ്ഡ് ചെയ്താൽ 14 എണ്ണൽ സംഖ്യകൾ കാണും. അവയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു എണ്ണൽ സംഖ്യ കാണുമ്പോൾ ഇങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പഠിക്കുക. അതിന് 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം പറയുന്നു. പിന്നെ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ ഈവൻ നമ്പേഴ്സും ഉണ്ട്, ഓഡ് നമ്പേഴ്സും ഉണ്ട്. ഈവൻ നമ്പേഴ്സ് ജനറൽ ഫോം 2n, ഓഡ് നമ്പേഴ്സ് ജനറൽ ഫോം 2n+1. പ്രൈം നമ്പേഴ്സ് ഉണ്ട്, നമ്മളതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു. So every composite number can be prime factorized uniquely irrespective of its order. എങ്കിൽ മാത്രമേ നമുക്ക് കണക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2025 2024 2026 നിങ്ങളൊന്ന് സ്വയം തല്ലിപ്പൊട്ടിക്കാൻ ശ്രമിക്കുക. 2027 തല്ലിപ്പൊട്ടിക്കാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല. 2027 പെർഫെക്റ്റ്ലി എ പ്രൈം നമ്പർ. 2027 എന്ന വർഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിനെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ തക്ക 1 മാത്രമേ കഴിയത്തുള്ളൂ, അല്ലെ ആ നമ്പർ. സോ 2027 ഈസ് എ പെർഫെക്റ്റ് പ്രൈം നമ്പർ. ഇറ്റ്സ് ഫാക്ടേഴ്സ് ആർ ദ നമ്പർ ആൻഡ് 1 only. അത്രയും പറഞ്ഞുകൊണ്ട് ഈ എണ്ണൽ സംഖ്യയുടെ ആദ്യ പാർട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.